ലാസറിന്റെ ശനി. അത് കേവലം ഒരു ചരിത്ര സ്മരണയല്ല, മറിച്ച് ദൈവത്തിന്റെ ആർദ്രമായ സ്നേഹവും അപ്രതിരോധ്യമായ അധികാരവും സന്ധിക്കുന്ന അത്യപൂർവ നിമിഷമാണ്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ തന്റെ പ്രിയ സ്നേഹിതന്റെ കല്ലറയ്ക്കൽ യേശു കണ്ണുനീർ വാർത്തു. ദൈവം കരയുമോ എന്ന് വിസ്മയിക്കുന്ന മാനവകുലത്തിനുള്ള മറുപടിയാണ് അത്. നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പം നീറുന്ന, നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ഒരു ദൈവത്തെ അവിടെ നാം ദർശിക്കുന്നു. എന്നാൽ ആ കണ്ണുനീർ വെറുമൊരു നിരാശയുടേതായിരുന്നില്ല. അത് മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനുള്ള ഒരു ദൈവിക യുദ്ധപ്രഖ്യാപനമായിരുന്നു. 4 ദിനരാത്രങ്ങൾ ശവക്കല്ലറയുടെ അന്ധകാരത്തിൽ അലിഞ്ഞു കയറിയ, ജീർണിച്ചു തുടങ്ങിയ ആ ശരീരത്തിന് പുതുജീവൻ നൽകാൻ സ്വർഗത്തിന്റെ ഒരൊറ്റ ആജ്ഞ മതിയായിരുന്നു: ലാസറേ, പുറത്തു വരിക. അവിടുത്തെ ആ വാക്കുകൾ യഹൂദയുടെ മണ്ണിൽ ഒരു ഭൂകമ്പമായി പെയ്തിറങ്ങി. ആ അത്ഭുതം കർത്താവിനെ കുരിശുമരണത്തിന്റെ നിഴലിലേക്ക് നയിച്ചുവെങ്കിലും ലോകത്തിനു മുന്നിൽ ഒരു സത്യം വിളിച്ചോതി: ജീവന്റെയും മരണത്തിന്റെയും താക്കോൽ അവന്റെ കരങ്ങളിലാണ് എന്ന്. കഷ്ടാനുഭവത്തിന്റെ കയ്പുനീർ നിറഞ്ഞ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കുരിശിലെ ബലി ഒരു പരാജയമല്ല, മറിച്ച് മരണത്തെ എന്നേക്കുമായി നിഗ്രഹിക്കാനുള്ള ദൈവത്തിന്റെ നിഗൂഢമായ പദ്ധതിയാണ് എന്ന് ലാസറിന്റെ ശനിയാഴ്ച നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ലാസറിന് ലഭിച്ചത് ഐഹികമായ ഒരു തിരിച്ചുവരവായിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ഉയർപ്പ് മരണത്തിന്മേലുള്ള നിത്യവിജയമാണ്. ലാസർ വീണ്ടും മരണത്തിന് കീഴടങ്ങിയിരിക്കാം, എന്നാൽ ക്രിസ്തു മരണത്തെ മരണം കൊണ്ട് തന്നെ തോൽപ്പിച്ചു. അവന്റെ മുറിവുകൾ നമ്മുടെ സൗഖ്യമാണ്, അവന്റെ മരണം നമ്മുടെ നിത്യജീവൻ. ഈ വലിയ നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിൽ നമ്മുടെ ഉള്ളിലെ തളർന്നുപോയ വിശ്വാസങ്ങളെ ഉയർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശവക്കല്ലറകളുടെ ഇരുട്ടിനപ്പുറം പ്രകാശിക്കുന്ന മരണമില്ലാത്ത ആ ഉയർപ്പിന്റെ തേജസ്സിലേക്ക് നമുക്ക് പ്രത്യാശയോടെ നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.